ഹലോ പ്രിയപ്പെട്ടവരെ, വീണ്ടും മഴ പിടിച്ച ഒരു ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. പതിവ് പോലെ സൺഡേ ആണേ. അപ്പോൾ രാവിലെ ഞാൻ അഴി ഇടാനുള്ള പുറപ്പാട്. എന്താ അനങ്ങാതിരിക്കുന്നേ? അങ്ങ് കഴുകാൻ അല്ല, പിന്നെ അനങ്ങാൻ നിൽക്കുകയാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ നേരത്തെ അഴി ഇട്ടില്ലെങ്കിൽ ഉച്ചയ്ക്ക് നമ്മൾ എങ്ങനെ കഴിക്കും പറ? പ്രത്യേകിച്ച് നമ്മൾ റൈസ് കുക്കറിലാണ് ഇടുന്നെങ്കിൽ പെട്ടുപോകും കേട്ടോ. അതുകൊണ്ട് ഞാൻ അപ്പം രാവിലെ എഴുന്നേക്കുമ്പോൾ തന്നെ ആ പരിപാടി അങ്ങ് ചെയ്തിട്ടേക്കും. പിന്നെ ഇതേ മീൻ ഇരിപ്പുണ്ട്. മീൻ മറ്റേ പുങ്ങണ്ണി മറന്നുപോലെ പേര് കേട്ടാ. അതിങ്ങനെ കാണും എന്നൊക്കെ ഉള്ളൂ. ഭയങ്കര നീളമുള്ളൊരു മീനാണേ. പിന്നെ കപ്പയുണ്ട്. മീനുണ്ടെങ്കിൽ കപ്പ വേണമല്ലോ. കപ്പ ഉണ്ടെങ്കിൽ മീനും വേണം അല്ലേ? അങ്ങനെ കൊത്തി അരിഞ്ഞ് വെക്കാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. പുഴുക്ക് വെക്കാനാണ് കേട്ടോ. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനിതേ പുഴുക്ക് വെക്കുന്നത് തേങ്ങയ്ക്കൊക്കെ ഭയങ്കര വിലയല്ലേ. അപ്പോൾ ഇങ്ങനെ വെന്ത് കഴിയുമ്പോൾ ഉപ്പൊക്കെ ഇട്ട് വെച്ചേ അതിൻ്റെ മുകളിൽ നമ്മൾ കടുകൊക്കെ വറുത്ത് കുറച്ച് മഞ്ഞളൊക്കെ ഇട്ടിട്ട് കടുക് വറുത്ത് ഇങ്ങനെ ഇങ്ങനെ ഇടും. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഇങ്ങനെ എടുക്കും കേട്ടോ. ഈ തേങ്ങ ഇടുന്നതിന് ഇതും തമ്മിൽ ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസമുണ്ട്. പക്ഷേ കുഴപ്പമില്ല, കഴിക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ മീൻകറി വെക്കാനുള്ള പ്ലാനാണേ. അപ്പോൾ ഞാൻ ഓർക്കുകയാണേ, പണ്ട് അമ്മച്ചിമാരൊക്കെ നമ്മുടെ അമ്മമാരും ഒക്കെ ഇങ്ങനെ കപ്പപ്പുഴുക്കും ചക്കപ്പുഴുക്കൊക്കെ ഇളക്കി കഴിഞ്ഞിട്ട് ഇങ്ങനെ കമ്പെ തോണ്ടി തരും കേട്ടോ, തിന്നോളം പറഞ്ഞ്. എല്ലാം കഴിക്കുന്ന പാത്രത്തിൽ കഴിക്കുന്നതൊക്കെ ഒരുപോലെയൊക്കെ തന്നെ. എന്നെ നടത്തില്ല, ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. പുറത്ത് നല്ല മഴ എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ മഴയാണ് കേട്ടോ. അപ്പോഴേ ഓർത്ത് മീൻകറി വെക്കുമ്പോഴേ എൻ്റെ കൂടെ 2 കരിവേപ്പിലിട്ടിൽ ഒരു സുഖം വരത്തില്ല കേട്ടോ. എനിക്ക് 2 കരിവേപ്പുണ്ടായിരുന്നു കുപ്പയിൽ. അതിൽ ഒരെണ്ണം പള്ള തെളിച്ചപ്പോൾ വെട്ടിപ്പോയി കേട്ടോ. വേറെ ഒരെണ്ണം ഉണ്ടായിരുന്നതാണെങ്കിൽ ഒരുമാതിരി പുഴു വന്നിട്ട് അത് മുഴുവൻ അങ്ങ് തിന്നും. മുട്ടയിട്ട് വെക്കും അതല്ലേ, എന്നിട്ട് അതങ്ങ് തിന്നും. എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു കേട്ടോ. എന്നാ ചെയ്യാം. പിന്നെ എനിക്ക് കിട്ടിയ കരിവേപ്പിലയാണ് കണ്ടില്ലേ, 2 തളിരലകൾ ഉള്ളതാവട്ടെ. അല്ല, പിന്നെ ഈ മഴ നനഞ്ഞതാണ് ഇപ്പോൾ കാണുന്നത്. മഴ നമുക്ക് പുല്ല്. അങ്ങനെ അകത്ത് കയറി വന്ന് വീണ്ടും കറി വെക്കാൻ ആരംഭിച്ചു കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങളുണ്ട്. എനിക്ക് നന്നായിട്ട് എരിവും പുളിയും ഇഞ്ചിയുടെ ടേസ്റ്റൊക്കെ അല്ലേ, നന്നായിട്ട് വേണം. ഭയങ്കര എരിവ് ഭ്രാന്തിയാണ് കേട്ടോ. ആ പാട്ടൊക്കെ പാടിയിട്ടാണ് ഞാനിത് കറിയൊക്കെ ഉണ്ടാക്കുന്നത്. അങ്ങനെ മുളകിട്ട മീൻ കറി, അതിന് വെള്ള ചേരുവകളൊക്കെ ചേർത്ത് നമ്മുടെ പൂങ്കണ്ണി അതിനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒന്നും വിചാരിക്കണ്ട. അങ്ങനെ നമ്മൾ കപ്പ എടുത്തു, മീൻകറി കൂട്ടി ഒറ്റ തട്ടി. ഇനിയിപ്പോൾ ഞങ്ങൾ താഴോട്ട് പോവാണ് കേട്ടോ. കൊച്ചിന് പോളിയോ കൊടുക്കാൻ വേണ്ടി. ഗ്രാമ്പൂനാണ് ആകെ വിഷമം, അവളെ പൂട്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ പോക്ക് കണ്ടാ വിചാരിക്കും എങ്ങോട്ടോ ദൂരെ യാത്രയ്ക്ക് പോകുന്നതാണ് കേട്ടോ. ഒരു പോളിയോ കഴിക്കാൻ പോകുന്നതിന് ഇമാതിരി അളവാട് 2 കുട 2 അല്ല 3 കുട. അങ്ങനെ റോട്ടിലോട്ട് ഇറങ്ങുന്ന ഭാവമാണ് ഈ കാണുന്നത്. തോട്ടിലൊക്കെ നന്നായിട്ട് വെള്ളം വന്നിട്ടുണ്ട് കണ്ട, നല്ല കണ്ണീര് പോലത്തെ വെള്ളം. ഈ പോകുന്ന വഴിക്ക് വല്ലപ്പോഴൊക്കെ അല്ലേ ഇറങ്ങാറുള്ളൂ. പോരുന്ന വഴിക്ക് ഇങ്ങനെ അവിടെയും നോക്കി ഇവിടെയും നോക്കിയൊക്കെയാണ് പോരിച്ച. അങ്ങനെ പോകുന്ന വഴിക്ക് ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഒരാഘോഷമായിട്ടാണ് ഞങ്ങളുടെ പോക്ക് കേട്ടോ, ഈ യാത്രയൊക്കെ. അങ്ങനെ നോക്കൂ, നമ്മൾ സ്കൂളിൽ വെച്ചാണ് പിള്ളേർക്ക് പോളിയോ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അംഗൻവാടി ടീച്ചറും ആശാ വർക്കറൊക്കെ ഞങ്ങൾ നോക്കിയിരിപ്പുണ്ടായിരുന്നു. ഇടയ്ക്ക് അവർ വിളിച്ചായിരുന്നു. ഞങ്ങൾ മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പോകാൻ. അങ്ങനെ കയ്യിൽ ചെറിയ വിരലയിലൊക്കെ ഒരു വരയൊക്കെ കിട്ടി. നമ്മൾ വോട്ട് ചെയ്യത്തില്ലേ, അതുപോലെ സംഭവം. അങ്ങനെ നമ്മൾ കടയിലോട്ട് വന്ന്. അത് നമ്മുടെ കുടുംബക്കടയാണ് കേട്ടോ. അവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ആരില്ല, അവർ യാത്രയിൽ പോയതാണേ. പിന്നെ അവിടെ കുറച്ച് നേരമൊക്കെ നിന്നു, ആരെയും കാണുന്നില്ല. പള്ളിയിലൊക്കെ നേരത്തെ കഴിഞ്ഞ ആൾക്കാർ പോയായിരുന്നു കേട്ടോ. ഒരു മനുഷ്യൻ അവിടെ ഇല്ല. പിന്നെ വന്നതല്ലേന്ന് വിചാരിച്ച് അവിടെ പത്രം ഇടുമല്ലോ, പത്രം നോക്കി കുറേ നേരം ഇരുന്നു. എന്തൊക്കെയോ വായിച്ചു കേട്ടോ. ഇപ്പം എന്താ വായിച്ചെന്ന് ഒരു ഓർമ്മയില്ല. പിന്നെ ആ പത്രം എടുത്തുകൊണ്ടെങ്കിൽ പോകുന്നു കേട്ടോ. തറവാട്ട് വീട്ടിൽ കൊണ്ട് കൊടുക്കാമല്ലോ എന്ന് കരുതി. വഴി അന്ന് നമ്മൾ ഓർക്കുന്നുണ്ട്, ഒരു വെള്ള പൂച്ചാണ്ടി കണ്ണുരുട്ടി കാണിച്ചേ, എന്നെ പേടിപ്പിച്ച പൂച്ചാണ്ടി. അവൻ കിടന്ന് നല്ല ഉറക്കമാണ് കേട്ടോ. തടിയാൻ നടക്കാൻ പോലും മേല. അങ്ങനെ എന്നൊക്കെ നിങ്ങളെ ശ്രദ്ധിച്ചായി പോകുന്ന വഴി. ഞാൻ പല വീഡിയോസിൽ ഈ ഒരു വഴിയുണ്ട് കേട്ടോ. എന്നാ ഭംഗിയാണെന്നറിയാമോ. എല്ലാ വീടിൻ്റെ മുറ്റത്തും വഴിയിലൊക്കെ നല്ല പൂവൊക്കെ വെച്ച് ചെടിയൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. എന്നെ രസമല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വഴിയെ പോകാൻ, ഈ ഒരു ഭാഗത്തോടെ കേട്ടോ. അങ്ങനെ വഴിയിലൊരു വെള്ളപ്പൂ കണ്ട്. ഇത് കണ്ടോ, അതിങ്ങനെ തട്ടുമ്പോഴത്തേനും ഒച്ച വെക്കും, ടക്ക എന്ന് പറഞ്ഞ്. ഭയങ്കര മണമാണ് കേട്ടോ, സഹിക്കാൻ മേല. അപ്പോൾ ഇതിൻ്റെ പത്രത്തിൻ്റെ കോലം കണ്ടോ. ഇതൊക്കെയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ എങ്ങനെയാണ് തോട്ടിലോട്ടൊന്ന് ഇറങ്ങിക്കോട്ടെ എന്ന്. അപ്പോൾ എല്ലാത്തിനും ജലദോഷമാണ്. എനിക്ക് പിടിച്ചിട്ടില്ല സമയത്ത് കേട്ടോ. ചെറുതിന് ജലദോഷം, മൂത്തതിന് എല്ലാം ജലദോഷമാണേ. അപ്പോൾ ഞാൻ പതുക്കെ വല്ലപ്പോഴല്ലേ ഇറങ്ങാറുള്ളൂ. ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ പാലത്തിൻ്റെ അടിയാണ് കേട്ടോ, അടിഭാവമാണത്. അങ്ങനെ ഞാനും മൂത്ത കുട്ടിയും കൂടി ഇറങ്ങി. വെള്ളത്തിലൊക്കെ എങ്ങനെ കളിക്കുമായിരുന്നു. അപ്പോൾ ചെറുത് ഭയങ്കര കരച്ചിൽ, അവൾക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ കയറി വന്നു കേട്ടോ. ഒന്ന് സമാധാനമായിട്ട് വെള്ളത്തിൽ ചാടാൻ സമ്മതിക്കാലെന്ന് പറഞ്ഞാൽ അവൾക്ക് ജലദോഷമാണ് കണ്ടില്ലേ, മൂക്കൊക്കെ തൂത്ത് കാറി കൂകിയൊക്കെയാണ് വരുന്നത്.
ഈ പോയ വെള്ളത്തിൽ ചാടൽ കാരണം ഉണ്ടല്ലോ എൻ്റെ ചെരുപ്പ് പോയെന്ന്. ഞാൻ മേടിച്ചിട്ട് 2 ദിവസമായിട്ടുള്ളൂ, 2 മാസം. എൻ്റെ ചെരുപ്പ് പൊട്ടിപ്പോയി. ഇന്നെ ചെയ്യുന്നു പറയാം. ഈ വെള്ളത്തിൽ ചാട്ടം കൊണ്ട് എനിക്ക് കിട്ടിയ ഉപകാരം എന്താണെന്ന് അറിയാം, എൻ്റെ ചെരുപ്പ് ഇതേ പൊട്ടിപ്പോയി കേട്ടോ. മേടിച്ചിട്ട് വേറെ 2 മാസമായിട്ടുള്ളൂ. നോക്കി കാണണമെങ്കിൽ എന്നെന്നും അറിയില്ല കേട്ടോ. എൻ്റെ ചെരുപ്പ് ഇങ്ങനെ കുറേ നാൾ നിൽക്കത്തില്ല, പെട്ടെന്ന് പൊട്ടിപ്പോവും. ഏതായാലും ഇനി തയ്ച്ച് ഞാൻ ഇടും, അല്ലാതെ പിന്നെ എന്നാ ചെയ്യാനാ. അങ്ങനെ ഇതേ കെട്ടിന് വെള്ളത്തിൽ ഇറങ്ങാൻ ഭയങ്കര മടി. ഞാൻ വലിച്ച് ചാടിച്ചു കേട്ടോ. അങ്ങനെ ഇതേ പാറയുടെ മണ്ട, ഒരു കല്ലിൻ്റെ മണ്ട കയറി നിൽക്കുക, വെള്ളത്തിലിറങ്ങാൻ മടിയായിട്ടേ. അങ്ങനെ കുറേ നേരത്തെ വെള്ളത്തിൽ ചാട്ടമൊക്കെ കഴിഞ്ഞതേ ഞങ്ങൾ വീട്ടിൽ പോവാണ്. അപ്പോഴാണ് ഓർക്കുന്നത് കറി വെച്ചില്ലല്ലോ എന്ന് കേട്ടോ. മീൻകറി മാത്രമല്ലേ ഉള്ളൂ, വല്ല കറി വെക്കണ്ടേ. ഈ വീഡിയോ എടുപ്പും കറി വെക്കൽ കഴിപ്പും ഇതെല്ലാം കൂടി നടക്കുന്നില്ല കേട്ടോ, ഭയങ്കര സമയം പോവും. അപ്പം കപ്പളങ്ങയും പയറും കൂടിയാണ് കറി വെക്കുന്നത് കേട്ടോ. അത് വൻപയറാണേ. സൗണ്ട് മൊത്തം പോയിരിക്കുക, ഒന്നും പറ്റത്തില്ല. അങ്ങനെ എനിക്ക് തോന്നുന്നു സെപ്പറേറ്റ് ആയിട്ട് ഇത് വേവിക്കുന്നതാണ് നല്ലതെന്ന്. കപ്പളങ്ങയും വൻപയറും സെപ്പറേറ്റ് ആയിട്ട് വേവിക്കുകയാണെങ്കിൽ കപ്പളങ്ങയുടെ കളർ അതുപോലെ കിട്ടും കേട്ടോ. അങ്ങനെ ഞാനിപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ അങ്ങ് ചെയ്യുകയാണ്. അപ്പോൾ അത് രണ്ടും വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് അരപ്പുകളൊക്കെ ചേർത്ത് ഇതേ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ മഴയുള്ള സമയത്ത് വലിയ ഏറെ എന്നാ ചെയ്യാനാണ്, ഭയങ്കര മഴയാണ് പുറത്ത്. അങ്ങനെ ഞാനിതേ മീനും ചോറും നമ്മുടെ ചാറുകറിയൊക്കെ കൂട്ടി കഴിക്കാൻ പോകണം കേട്ടോ. ഒന്ന് കഴിച്ചങ്ങ് തീർക്കാം. അപ്പം ടാറ്റാ.